വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മൾ ബോഡി ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുന്ന എലമെന്റ്സ് ആണല്ലോ നമുക്ക് ബ്രൗസറിൽ വിസിബിൾ ആയിട്ടുള്ളത്. അതേപോലെ ഹെഡിൽ കൊടുക്കുന്ന കുറച്ച് ടാഗ്സ് നമ്മൾ പഠിച്ചു. ഒന്ന് ടൈറ്റിലാണ്, ആ ബ്രൗസറിൽ ടൈറ്റിൽ കാണുന്നത്. പിന്നെ അതേപോലെ മെറ്റ നെയിം വ്യൂ പോർട്ട് എന്നാണെങ്കിൽ അതെന്തിനുള്ളത് റെസ്പോൺസീവ് ഡിസൈൻ ഉള്ളതാണ്. അവിടെ മെറ്റ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ ഉള്ളിൽ വ്യൂ പോർട്ട് എന്ന് കൊടുക്കും. കണ്ടന്റ് ഈക്വൽ ടു അതിൽ വിഡ്ത്ത് ഈക്വൽ ടു ഡിവൈസ് ഹൈഫൺ വിഡ്ത്ത് കോമ ഇനീഷ്യൽ ഹൈഫൺ സ്കെയിൽ ഈക്വൽ ടു 1.0 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിവൈസിന്റെ വിഡ്ത്തിനനുസരിച്ച് ശ്രിങ്ക് ചെയ്ത് നിൽക്കണം. അതേപോലെ ഇനീഷ്യൽ സൂമിങ് 1.0 ആണ് നിൽക്കേണ്ടത്, സൂം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് റെസ്പോൺസീവ് ഡിസൈനിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടാഗാണ് വ്യൂ പോർട്ട് എന്ന് പറയുന്ന മെറ്റ ടാഗ്. അതേപോലെ മെറ്റ കാർസെറ്റ് UTF-8 എന്ന് കൊടുക്കുന്നത് നമ്മൾ ഏത് കാർസെറ്റിലേക്കാണ് എന്നുള്ളത് കൊടുക്കുന്നതാണ്. അതേപോലുള്ള മറ്റ് മെറ്റ എലിമെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും നോക്കാം. അതിനു മുമ്പായിട്ട് HTML ഡോക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് പിന്നെ ഡോക് ടൈപ്പ് HTML, ഇത് HTML5 ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ടാഗ് മിസ് ആയി കഴിഞ്ഞാൽ വെബ് പേജ് വർക്ക് ചെയ്യും, പക്ഷെ ചില ബ്രൗസേഴ്സ് ക്വിക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓൾഡ് ലെഗസി മോഡിലേക്ക് മാറും. അതായത് HTML4 ഒക്കെ എങ്ങനെയായിരുന്നു റെൻഡർ ചെയ്തുകൊണ്ടിരുന്നത് ആ മോഡിലേക്ക് ചില ബ്രൗസേഴ്സ് ഒക്കെ റെൻഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ടാഗ് മിസ് ചെയ്യാതെ നോക്കണം. ഇനി നിങ്ങളൊരു ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യുമല്ലോ, ആ ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഡിസ്ക്രിപ്ഷനും കാണാൻ പറ്റും. ലിങ്കിന്റെ അണ്ടറിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ, ആ ഡിസ്ക്രിപ്ഷൻ വരുന്നത് നമ്മൾക്ക് മെറ്റ നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ടാഗിൽ നിന്നാണ്. അതായത് മെറ്റ നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, എന്താണ് നിങ്ങൾ കണ്ടന്റ്, ആ കണ്ടന്റ് കൊടുക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്, ഒരു കോഴിക്കോടുള്ള കമ്പനിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി കോഴിക്കോടുള്ള കമ്പനിയാണെന്നും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഹൈ ലെവൽ ഓവർവ്യൂ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രൗസേഴ്സും അതേപോലെ തന്നെ റോബോട്ട്സും, അതായത് ബോർഡ്സ് എന്ന് പറയും, നമ്മൾ സെർച്ച് എഞ്ചിൻ റെൻഡർ ചെയ്യാൻ വേണ്ടി സെർച്ച് എഞ്ചിൻ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോർഡ്സ് ഒക്കെ കണ്ടന്റ് അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കും. പിന്നെ ചില ബ്രൗസേഴ്സ് ഒക്കെ കണ്ടന്റ് ആക്ച്വൽ പേജിൽ നിന്നും റീഡ് ചെയ്തെടുക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ടാഗ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ മുമ്പൊക്കെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത മറ്റൊരു ടാഗാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഗൂഗിളൊക്കെ ഇപ്പൊ കീവേഡ്സ് എടുക്കുന്നത് വെബ് പേജിലുള്ള കണ്ടന്റ് എന്നാണ്. പക്ഷെ അതിന് മുമ്പൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ നെയിം ഈക്വൽ ടു കീവേഡ്സ്, അതിൽ കണ്ടന്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ കീവേഡ്സ് കോമ ഇട്ട് കൊടുക്കും. അപ്പൊ ഈ കീവേഡ്സ് ഏതെങ്കിലും യൂസേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൽ നമ്മളെ വെബ്സൈറ്റ് ഉണ്ടാവും. അത് HTML എന്ന് പറഞ്ഞ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അതിൽ HTML ബേസ് ആയിട്ട് ആരാണോ ടോപ്പ് റാങ്ക് ചെയ്തത് ആ വെബ്സൈറ്റുകൾ വരും. അപ്പൊ നമ്മൾ കോഴിക്കോടുള്ള കമ്പനി ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി അറ്റ് കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടന്റ് കൊടുക്കും, കീവേഡ് കണ്ടന്റ് കൊടുക്കും. അപ്പൊ കോമ ഇട്ടിട്ട് ഓരോ കണ്ടന്റ് അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു വേർഡ് ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റും ലിസ്റ്റ് ചെയ്യും. ഇപ്പോഴും ചില ബ്രൗസേഴ്സും അതേപോലെ തന്നെ ചില സെർച്ച് എഞ്ചിൻസ് ഒക്കെ ഈ ഒരു ടാഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് SEO ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ടാഗ്, മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ട ടാഗ്സ് ഇതൊക്കെയാണ്. ഒന്ന്, നിങ്ങൾ എന്താ കാർസെറ്റ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, മെറ്റ നെയിം ഈക്വൽ ടു ഡിസ്ക്രിപ്ഷൻ, പിന്നെ മെറ്റ നെയിം ഈക്വൽ ടു കീവേഡ്സ് കൊടുക്കുക. പിന്നെ അതേപോലെ ഓതർ എന്ന് പറയുന്ന ടാഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതാരാണ് ഈ ഒരു വെബ് പേജ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതും വേണമെങ്കിൽ കൊടുക്കാം. മെറ്റ നെയിം ഈക്വൽ ടു ഓതർ, കണ്ടന്റ് ആരാണ് ആ നെയിം കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് സെമാന്റിക് ടാഗ്സ് ഉപയോഗിക്കാം. അത് മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിമുള്ള HTML ടാഗ്സ് ആണ്. പിന്നെ ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുക്കുക. പിന്നെ മൂന്നാമത് ചെയ്യാനുള്ളത് നിങ്ങൾ കണ്ടന്റ്സ് ആക്സസിബിൾ ആയിരിക്കണം, ആക്സസിബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുക.